ഹായ് നമസ്കാരം. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുറച്ചൊക്കെ ഒരു ഉത്സാഹമുള്ള ആളുകൾ, നമ്മൾ പറയില്ലേ ഒരു ഇത്തിരി ഇന്തൂസിയാസം വേണമെന്നൊക്കെ പറയില്ലേ, ഇത്തിരി ഒരു ഉത്സാഹമുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല അവർക്ക് ശരിക്കും ഒരു ഇൻട്രസ്റ്റ് വേണം. എന്തിലാണ്? നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു അത് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കാനും, അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ സർവീസ് എന്താണെന്നുള്ളത് പഠിക്കാനും ഒക്കെയുള്ള ഒരു വിശ്വാസം അവർക്ക് വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് അവർ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഒരു ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ്, ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഉള്ളവരായിരിക്കണം എന്നുള്ളതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി അതുമാത്രമല്ല, കൂടുതലായിട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഈ പലതരത്തിലുള്ള നെറ്റ്വർക്ക് ചെയ്തിട്ട്, പ്രത്യേകിച്ചും ഈ ക്വിക്ക് റിച്ച് സ്കീം എന്ന് പറയും, ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ആവേശത്തോടു കൂടി വന്നിട്ട് അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിൻ്റെ ക്ഷമയോ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു 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 താല്പര്യമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവർ കുറച്ച് കാലം ഏതെങ്കിലും ഒന്ന് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് മറ്റൊന്ന് ചെയ്യുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ളവർക്ക് ഒരിക്കലും പറഞ്ഞിട്ടുള്ളതല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുമാത്രമല്ല നമുക്ക് അത് പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് വളരണം എന്നൊരു താല്പര്യം, അതുപോലെ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ അത് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ പലപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും എന്താണ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് മാറുന്നതും അതോടുകൂടിയിട്ട് പലപ്പോഴും നിരാശ സംഭവിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വിജയം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്കിതുപോലെ വേറെയും ചില ചെറിയ ചെറിയ അറിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.